എന്താ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നേ? മനുവിന്റെ ശബ്ദം കേട്ട ആദിയും കാശിയും അങ്ങോട്ട് നോക്കി. കാശി ചിരിച്ചുകൊണ്ട് ആദിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എത്ര ചെറുക്കന്മാര് ആവണമോൾ പുറകെ നടന്നിട്ടുണ്ടെന്നോ. അന്നൊക്കെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുണ്ടാവില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞവളാണിപ്പോ കണ്ണേട്ടൻ്റെ മുൻപിൽ മൂക്കും കുത്തി വീണത്. അതെന്താടി ഇപ്പോ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായോ? ആണെന്നേ, ആരൂൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, വേറെ 2 പേരുടെ കാര്യം കൂടി അവർക്ക് ഇഷ്ടമാണ്. ഞാനതൊക്കെ ഇന്ന് വൈകിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഇവൻ്റെ അച്ഛനും അമ്മയും വൈകിട്ട് എത്തിക്കോളും. അതുവരെ അറിയിച്ചിട്ടില്ല. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇപ്പോൾ ഇവൻ ഞെട്ടിയ പോലെ അവരും ഞെട്ടട്ടെ. കാശി പറഞ്ഞതൊക്കെ മനസ്സിലായതുകൊണ്ട് കാർത്തൊന്നും മിണ്ടാതെ ആദിയുടെ കയ്യിൽ വന്ന് പിടിച്ചു. ആദ്യം അവളെ നോക്കി ചിരിച്ചു കാണിച്ച് കാർത്തു ഒരു ചമ്മിയ ചിരിയും. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നിട്ടാണ് അവർ തിരികെ പോയത്. ഗീതു, നീ ഇന്നെവിടെ പോയതാ? നിന്റെ അമ്മയല്ലേ ഞാൻ. പോകുമ്പോൾ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞൂടെ? ജയേട്ടൻ നീ പോയതിൻ്റെ പുറകെ ആരെയോ കാണാനെന്ന് പറഞ്ഞു പോയി. നീ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വരും, ഒരു മീറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞു. ഇത്രയും നേരമായിട്ടും 2 ആളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനിവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുക. ആര് പറഞ്ഞു നിങ്ങളോട് എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കാൻ? ഞാൻ പറഞ്ഞോ അതോ എൻ്റെ ഡാഡി പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ കണക്ക് പറയുന്നത്? നാശം. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല കേട്ടോ. എനിക്കിങ്ങനെയുള്ള സ്റ്റുപ്പിഡ് സെൻറ്റിമെൻറ്റ്സിനോടൊന്നും ഒരു താല്പര്യവുമില്ല. ഞാൻ നിൻ്റെ അമ്മയാണ്, അത് നീ മറക്കരുത്. ഓ, ഏതു നശിച്ച നേരത്താണാവോ നിങ്ങളെ പോലൊരു സ്ത്രീയുടെ വയറ്റിൽ ജനിക്കേണ്ടി വന്നത്. ഇതുപോലൊരു മദറിന് ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു പോകാമോ എൻ്റെ ലൈഫിൽ നിന്ന്? അതെങ്ങനെയാ? എൻ്റെ ഡാഡിന് നിങ്ങളോട് പ്രേമല്ലേ? ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് എൻ്റെ ഡാഡിനെ ഓർത്ത് ഷെയിം ആവേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഡാഡിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയല്ലേ. അതുകൊണ്ടാവും ഡാഡ് വിടാതെ പിടിച്ചിരിക്കുന്നേ. അതോ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ആവോ? അത്രയും പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങിയവളെ നിർമ്മല തടഞ്ഞു നിർത്തി. എന്ത് കാര്യം? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് പറഞ്ഞിട്ട് പോയാൽ മതി നീ. ഓ, കേട്ടിട്ടേ വിടുള്ളൂ. അതെന്താണെന്ന് വെച്ചാലേ, ഈ നാച്ചുറൽ ബ്യൂട്ടിയെ കൊണ്ട് ഡാഡിയുടെ ബിസിനസ് പാർട്ട്നേഴ്സിനടുത്തേക്ക് വല്ല ഓർഡറും പിടിച്ചു കൊടുക്കാൻ പോകൂ. അത്രയും പറഞ്ഞപ്പോഴേക്കും കൈവീശി കവിളിനിട്ട് ഒരെണ്ണം പൊട്ടിച്ചിരുന്നു ആ അമ്മ. നീ ഇത്രയും അധപതിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. പെറ്റമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന നീ ഒരു മകളാണോ? നിന്നെ പോലൊരു നികൃഷ്ട ജന്മത്തെ വയറ്റിൽ ചുമന്നതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഐ വിൽ ഷോ യു. ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നവളെ ചങ്ക് പൊട്ടുന്ന വേദനയോടെയും ദേഷ്യത്തോടെയും ആ അമ്മ നോക്കി നിന്നു. ഹലോ രമേശ് ഏട്ടാ, സിദ്ധുവിൻ്റെ നമ്പർ ഇപ്പോൾ വേറെ ആരോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കോൾ ചെയ്ത് നോക്കിയിരുന്നു. ഇപ്പം കുറേ നാളായില്ലേ, അതാവും കട്ടായി വേറെ ഒരാൾക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള സിമ്മിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് പ്രാക്ടിക്കൽ ആകുമോ? അതെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ജിത്തു, പക്ഷേ നമുക്ക് റീസൺ പറയേണ്ടി വരും. പിന്നെ എൻ്റെ പ്രത്യേക താല്പര്യത്തിൽ എടുത്തു തരാം ഞാൻ. താങ്ക് യു രമേശ് ഏട്ടാ. നിങ്ങൾക്കിതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വരാതെ നോക്കിക്കോളാം ഞാൻ. പൂർണ്ണമായി വിശ്വസിക്കാം എന്നെ. ഏയ്, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ജിത്തു. താൻ അങ്ങനെയൊന്നും ഓർക്കാൻ നിൽക്കണ്ട. ഇപ്പം തനിക്ക് മുൻപിലൊരു ലക്ഷ്യമുണ്ട്. താൻ അതിൽ മാത്രം മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ലക്ഷ്യത്തിലേക്ക് എത്തുക. തൻ്റെ കൂട്ടുകാരനെ ആ മിടുക്കനായ ബിസിനസ്മാനെ തിരിച്ചു കൊണ്ടുവരേണ്ടേ തനിക്ക്? അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്നെക്കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് തനിക്ക് വേണമെങ്കിൽ എപ്പോഴായാലും വിളിക്കുക. സിദ്ധാർത്ഥ് എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഞാൻ ഇറങ്ങിയേക്കുക. എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് എത്തിക്കാം ഞാൻ. ബായ്. രമേശ് പോകുന്ന സിറ്റ് ഔട്ടിൽ നിന്നും നോക്കിക്കൊണ്ട് നിന്നു ജിത്തു. ആരാ ജിത്തു കുഞ്ഞേ അത്? പിള്ളച്ചേട്ടാ. അത് രമേശേട്ടൻ. സൈബർ സെല്ലാണ് ജോലി ചെയ്യുന്നത്. രമേശേട്ടനോട് ഞാൻ സിദ്ധുവിൻ്റെ നമ്പർ, കോൾ ഹിസ്റ്ററിയൊക്കെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചു. അതിൻ്റെ കാര്യത്തിന് വന്നതാണ്. തരാമെന്ന് രമേശേട്ടൻ പറഞ്ഞത്. അത് കിട്ടിയിട്ട് വേണം മുൻപോട്ടിനി എന്ത് എങ്ങനെയെന്നൊക്കെ തീരുമാനിക്കാം. എല്ലാം നടക്കും മോനെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ 2 ആളുടെയും മനസ്സിൻ്റെ നന്മ ആ ജഗദീശ്വരൻ കാണാതെ പോവില്ല. സിദ്ധു. അകത്തുനിന്ന് മലർച്ച കേട്ടവൻ സിദ്ധു എന്ന് വിളിച്ച് അകത്തേക്ക് ഓടിപ്പോയി. തലയ്ക്ക് കൈയും കൊടുത്ത് കട്ടിലിരിക്കുന്നവന് വേഗം വന്ന് താങ്ങിയവൻ. എന്താ സിദ്ധു, എന്തു പറ്റിയത്? എൻ്റെ അച്ചു എവിടെ? നിന്ന നിൽപ്പിൽ ഉരുകിപ്പോകുന്നത് പോലെ തോന്നി ജിത്തുവിന്.
അവനൊരടി പിന്നിലേക്ക് ചുവട് വെച്ചു. പിള്ളച്ചേട്ടൻ വിശ്വാസം വരാതെ ജിത്തുവിനെയും സിദ്ധുവിനെയും നോക്കി നിന്നു. ജിത്തു, നിന്നോടാ ചോദിച്ചത് എൻ്റെ അച്ചൂട്ടി എവിടെയെന്ന്. ഡാ സിദ്ധു, പറ, എവിടെ എൻ്റെ അച്ചൂട്ടി? മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? സിദ്ധു, പ്ലീസ് ഡാ, ഞാൻ പറയാം, പ്ലീസ് പറ, ഇപ്പം പറ, എനിക്കറിയണം അവൾ എവിടെയെന്ന്. സിദ്ധു വന്ന് ജിത്തുവിൻ്റെ കുത്തിനെ പിടിച്ചു വലിച്ചു. പിള്ളച്ചേട്ടന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ചു, നിന്റെ അച്ചു പോയി, ഇപ്പോൾ ഇല്ല, അവൾ നമ്മളെയൊക്കെ വിട്ടു പോയി. സിദ്ധുവിൻ്റെ കൈയഞ്ഞു. അവൻ വിശ്വാസം വരാതെ ജിത്തുവിനെ നോക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജിത്തു താഴേക്ക് ഓർന്നിരുന്നു. എൻ്റെ അച്ചു ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവളെ ആരോ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. അവൾക്ക് അങ്ങനെ എന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കുഞ്ഞുണ്ട് അവളുടെ അടുത്ത്. ഇല്ല, അവർ രണ്ടുപേരും എൻ്റെയാ, കൊടുക്കില്ല ഞാൻ ആർക്കും. താഴെ ഇരുന്ന് പിച്ചും പേയും പറയുന്നവനെ നിറകണ്ണോടെ നോക്കി ജിത്തു ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി. ഫോണിൽ സിദ്ധുവിൻ്റെ ഡോക്ടറെ വിളിക്കുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാറ് ആദിയുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയപ്പോഴേ കേട്ടു അകത്തെ ഒച്ചയും ബഹളവുമൊക്കെ. അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഒരുമിച്ചാണ് അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. അതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. പുറത്ത് കാറ് വന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. 4 പേരും ഹാളിലേക്ക് വന്നപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നല്ല ഉച്ചത്തിൽ പാട്ടൊക്കെ കേൾക്കാം. ആഹാ, നല്ല ബെസ്റ്റ് തല്ലിപ്പൊളി പാട്ട്. മനുവിൻ്റെ കമൻറ്റ് കേട്ട് അവരെല്ലാവരും ചിരിച്ചു. വാ, നമുക്ക് അടുക്കളയിലേക്ക് പോയി നോക്കാം. നല്ല മേളമാണെന്ന് തോന്നുന്നു. മഹാദേവനും ആനന്ദും കൂടി നിലത്തിരുന്ന് ഇറച്ചി അരിയുകയാണ്. വാസുദേവൻ ചിക്കൻ വറുക്കുന്നു. തൊട്ടപ്പുറത്ത് അടുപ്പിൽ ലക്ഷ്മി കറിയുണ്ടാക്കുന്ന തിരക്കിൽ. ജ്യോതിയും രേവതിയും എന്തൊക്കെയോ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ആണുങ്ങളെല്ലാവരും തലയിൽ തോത്തും ചുറ്റി കാവി മുണ്ടുമുടുത്ത് നല്ല സന്തോഷത്തിൽ പാട്ട് പാടുന്നുണ്ട്. പെണ്ണുങ്ങളും ചിരിച്ചു കൂടെ ഏറ്റുപാടുന്നു. അതെ, ഗായകന്മാരും ഗായികമാരും പാട്ടൊക്കെ നിർത്തി ഒന്ന് വേഗം ഡിന്നർ റെഡിയാക്കിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. മനു പറയുന്നത് കേട്ട് എല്ലാവരും പാട്ട് നിർത്തി അങ്ങോട്ട് നോക്കി. ലക്ഷ്മി ആദിയെയും കാത്തുവിനെയും നോക്കി. ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വേഗം നടന്നു വന്നു. കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങിയിട്ടും അവർക്കടുത്തേക്ക് ചുവട് വെച്ചു. എൻ്റെ ആദിയും കാത്തുവുമാണല്ലേ? അറിയോ നിങ്ങൾ ലക്ഷ്മി അമ്മയെ? അവരെ പോലെ തന്നെ നിങ്ങളുടെ സ്വന്തം അമ്മ തന്നെയാ ഞാനും. ജ്യോതിയും രാധവും പ്രസവിച്ചു എന്നേ ഉള്ളൂ. ഞാനാ നോക്കിയത് നിങ്ങളെ. നിങ്ങൾ പോകുന്നവരെ ഞാനും സീതയുമാണ് നിങ്ങളെ ഊട്ടുന്നതും ഉറക്കുന്നതുമൊക്കെ. ഒന്നും ഓർമ്മയുണ്ടാവില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അമ്മയ്ക്കറിയാം നിങ്ങൾ എന്നെ ചെറുതായിരുന്നല്ലേ. ഇനി നിങ്ങളെ കണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോട് ഇവരാരും. എന്നെ മണ്ടിയാക്കി ഇത്രയും നാള് എൻ്റെ മക്കളെ കാണാതെ ഞാൻ എത്ര കരഞ്ഞുവെന്നറിയുമോ? ഈ ദുഷ്ടന്മാർക്ക് എങ്ങനെ തോന്നി എൻ്റെ മക്കളെ എൻ്റെ അടുത്തുനിന്ന് പിരിക്കാൻ? വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് 2 ആനന്ദിനെയും വാസുദേവനെയും നോക്കി കളിയായും കാര്യമായും പറയുന്ന വിളി അലിവോടെ നോക്കി നിന്നു മഹാദേവൻ. ഇനിയെങ്ങും പോവരുത് കേട്ടോ അമ്മയെ വിട്ട്. ഇത്രയും തൊട്ടടുത്ത് വന്ന് കൊതിപ്പിച്ചിട്ട് ഒരു ദിവസം പെട്ടെന്ന് പോയി കളഞ്ഞാൽ പിന്നെ എനിക്കെന്തേലും വന്നു പോകും. എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കളെ. ആദിയെയും കാത്തുവിനെയും ചേർത്ത് പിടിച്ച് കരയുന്ന ലക്ഷ്മി അമ്മയെ തിരികെ മുറുക്കെ പുണർന്നു അവരും കരയുകയായിരുന്നു. കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണു നിറഞ്ഞൊഴുകി. ഓ മതി, ഈ സങ്കട ഡാമൊന്ന് പൂട്ടിയിട്ട് വല്ലതും കഴിക്കാൻ കിട്ടുമോ ഇവിടെ? കള്ള തെമ്മാടി, ഒന്ന് പോയി കുളിക്കടാ. ലക്ഷ്മി മനുവിൻ്റെ ചെവിക്ക് പിടിച്ചു. എൻ്റെ പൊന്നു വല്യമ്മേ, ഈ കുളിയൊക്കെ എന്നാ ഉണ്ടായേ? ആരെ കണ്ടുപിടിച്ചേ? അതിനു മുൻപ് മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു എന്ന് മറക്കല്ലേ. ഡാ കള്ള, ഓടടാ. മനു ഓടി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. കാശിയും കുളിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. അവർക്കുള്ള ഡ്രസ്സും മുറിയൊക്കെ നേരത്തെ തന്നെ ജ്യോതി റെഡിയാക്കിയിട്ടിരുന്നു. ആദിയെയും കാത്തുവിനെയും അടുത്ത് മാറ്റാതെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ലക്ഷ്മി. ട്യൂഷൻ കഴിഞ്ഞ് കീഴ്ത്തുവും കിച്ചുവും വന്നപ്പോഴേക്കും അവർക്ക് കൊണ്ടുവന്നതൊക്കെ കൊടുത്ത് അവരുടെ മുഖത്ത് സന്തോഷം കണ്ണു നിറയ്ക്കുകയായിരുന്നു ലക്ഷ്മി. വിശേഷങ്ങൾ പറഞ്ഞിട്ടും കേട്ടിട്ടും തീരാത്തതുപോലെ തോന്നുകയായിരുന്നു എല്ലാവർക്കും. വാ, നമുക്ക് കഴിക്കാനിരിക്കാം. ഇപ്പോഴല്ലേ, കുറച്ച് കഴിയട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, അവരും കൂടെ വരട്ടെ. ആനന്ദ് കഴിക്കാൻ വിളിച്ചപ്പോൾ കാശി അവരെ തടഞ്ഞു. ആദിക്കും കാത്തുവിനും മനുവിനും കാര്യം അറിയാവുന്നതുകൊണ്ട് അവർ നിറഞ്ഞ ചിരിയോടെയിരുന്നു. എന്തിനെ കണ്ട പുറത്തുനിന്ന് ആളുകളെയൊക്കെ വിളിച്ചത്? ഇത് നമ്മുടെ ഫാമിലി മാത്രമുള്ളേ ഉള്ളൂ. എൻ്റെ അച്ഛ, അവരൊന്ന് വന്നിട്ട് പെട്ടെന്ന് പോയിക്കോളും. കഴിക്കാനൊന്നും നിൽക്കില്ല, ഒരു 5 to 10 minutes അത്രേ വരൂ. കാശി പറഞ്ഞു തീർന്നപ്പോഴേക്കും പുറത്ത് കാറ് വന്ന് സൗണ്ട് കേട്ടു. ഞാൻ അവരെ വിളിച്ചിട്ട് വരാട്ടോ.
അത് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവനെ കണ്ട് അക്ഷമയോടെ എല്ലാവരും കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നവരെ കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. അവരുടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. അകത്തേക്ക് കയറി വന്ന സൂര്യനാഥും സീതയും അതിലത്ഭുതത്തോടെ നോക്കി. കാശി പറഞ്ഞിട്ടുണ്ടാവില്ല അവരോട്, ലൊക്കേഷൻ മാത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സൂര്യ, 3 പേരും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആ ഒരു വിളി മതിയായിരുന്നു സൂര്യനാഥനും 4 പേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് നിന്നവരുടെ പോലും കണ്ണു നിറഞ്ഞു. ഒരു സൂചനയും തന്നില്ലല്ലോ തെമ്മാടി. എൻ്റെ പൊന്നാനന്ദോ, ഇതെൻ്റെ കണ്ണൻ കാണിച്ച പണിയാണെന്നേ. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നും ഇന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് ചോദിച്ചില്ലെങ്കിൽ അവളെ നാട് കടത്തുമെന്നൊക്കെ. കരച്ചിലിൻ്റെ വക്കിൽ നിന്ന് ചെറുക്കൻ വിളിച്ചങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മുന്നും പിന്നും നോക്കാതെ ഇങ്ങ് ഓടിപ്പോകുന്നത്. അത് പക്ഷേ ഇങ്ങനൊരു സർപ്രൈസിനാവുമെന്ന് കരുതിയില്ല. എനിക്കുറപ്പായിരുന്നു ഞങ്ങളുടെ കണ്ണനും മനുവിനും നിന്നെയൊക്കെ കണ്ടുപിടിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മഹിയും പറഞ്ഞില്ലല്ലോ എന്നോട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മക്കളോട്. സൂര്യ കണ്ണു നിറഞ്ഞാണ് കാശിയെയും മനുവിനെയും നോക്കിയത്. മനുവും കാശിയും നിറഞ്ഞ ചിരി അവർക്കായി സമ്മാനിച്ചു. പിന്നെ അവിടെ അച്ഛന്മാരും അമ്മമാരും തമ്മിൽ വിശേഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കലായിരുന്നു. പിള്ളേർ സെറ്റെല്ലാം ആ സമയം മുകളിലെ ബാൽക്കണിയിലേക്ക് വലിഞ്ഞു. ഹലോ സിദ്ധാർത്ഥ്, അറിയുമോ എന്നെ? മറുപടിയൊന്നും തരാതെ തലകുനിച്ചിരിക്കുന്നവനെ ജിത്തു ഒന്ന് തട്ടി വിളിച്ചു. സിദ്ധു, നിനക്ക് മനസ്സിലായില്ലേ ഇതാരാ വന്നിരിക്കുന്നതെന്ന്? ആ മനസ്സിലായി, എൻ്റെ ഭ്രാന്ത് ചികിത്സിക്കാൻ വന്ന ഡോക്ടറല്ലേ, അറിയാം. സിദ്ധുവിൻ്റെ മറുപടി കേട്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു. സിദ്ധു, അതിന് ഞാൻ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? തനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് എന്നോട് തൻ്റെ ഈ ബ്രദറെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളൂ ഞാൻ. ഡോക്ടർ അവൻ്റെ BP ചെക്ക് ചെയ്തു. ഒന്ന് പരിശോധിച്ചതിന് ശേഷം ജിത്തുവിനെയും കൂട്ടി പുറത്തിറങ്ങി. ജിത്തു, ഇപ്പോൾ സിദ്ധുവിന് നല്ല മാറ്റമുണ്ട്. ഇത് നമുക്കൊരു ഗുഡ് സൈനാണ്. സിദ്ധുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ജിത്തുവിനോട് പറയുകയാണ് ഡോക്ടർ. അയാളുടെ ഈ വയലൻ്റ് സ്റ്റേജ് ഒന്ന് മാറിയ പഴയ ചുറുചുറുക്കുള്ള സിദ്ധാർത്ഥാക്കി മാറ്റിയെടുക്കാൻ നമുക്ക്. അച്ചു പോയി എന്നുള്ള സത്യം അയാൾക്ക് ഉൾക്കൊള്ളണമെന്നുണ്ട്. പക്ഷേ അവളെ നഷ്ടപ്പെട്ട നെക്സ്റ്റ് എന്ത് എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ അച്ചു മരിച്ചിട്ടില്ല. അവളെ ആരോ പിടിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് എന്നൊക്കെ സ്വന്തം മനസ്സിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ് അയാൾ. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ അയാളെ പുറത്തു കൊണ്ടുവരണം. അതിന് ഇവിടെ ഈ മുറിക്കുള്ളിലോ ഈ വീട്ടിലോ ഇരുന്നാൽ പോരാ, പുറത്തേക്ക് ഇറങ്ങണം, ആളുകളുമായി ഇടപഴകണം, കമ്പനി കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യണം എന്ന് കരുതി വലിയ ടെൻഷൻ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ജിത്തു കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അച്ചുവുമായി പോകാറുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോവുക. അവിടെ വെച്ച് അച്ചു ഇല്ലായിപ്പോ എന്നുള്ള സത്യം അയാളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക. 1, 2, 3 ചിലപ്പോൾ 4, 5 പ്രാവശ്യം വയലൻ്റ് ആയെന്ന് വരും. പക്ഷേ അതിനുശേഷം സിദ്ധുവിൻ്റെ മനസ്സ് പതിയെ റിയാലിറ്റിയോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. ജിത്തു, തൻ്റെ കയ്യിലാണിപ്പോൾ സിദ്ധുവിൻ്റെ ലൈഫ്. താൻ വിചാരിച്ചാൽ നടക്കും. കാരണം അച്ചുവിനും സിദ്ധുവിനും ഏറെ വേണ്ടപ്പെട്ട ഒരേ ഒരാൾ താനാണ്. തനിക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ സിദ്ധുവിനെ തിരികെ കൊണ്ടുവരും ഡോക്ടർ. ഈ കോൺഫിഡൻസ് മതിയടോ. ഓൾ ദ വെരി ബെസ്റ്റ്. എപ്പോൾ വേണമെങ്കിലും തനിക്കെന്നെ വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഡോക്ടർ. ഡോക്ടറോട് യാത്ര പറഞ്ഞു പോയതും ജിത്തു സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി. സിദ്ധു, നാളെ നമുക്കൊന്ന് കമ്പനി വരെ പോകാൻ കേട്ടോ. എൻ്റെ അച്ചു. സിദ്ധു, അച്ചു ഇല്ലടാ, ഇനി അവൾ വരില്ല. ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന തോന്നുന്നുണ്ടായിരുന്നു ജിത്തുവിന്. ഇനിയുള്ള സിദ്ധുവിൻ്റെ അവസ്ഥ കാണാനാവാതെ ജിത്തു തിരികെ നടന്നു. അറിയാം. ഞെട്ടിത്തിരിഞ്ഞു നോക്കി ജിത്തു.